പാവപ്പെട്ടവന്റെ പക്ഷം ചേരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പുസ്തകത്തിലൂടെയും നമുക്ക് കടന്നു പോകാം. കായീൻ ആബേലിനെ അടിച്ചു കൊന്നു. ഭൂമിയിൽ ആദ്യമായി രക്തം വീണപ്പോൾ ദൈവം ചോദ്യം ചെയ്യുകയാണ്, കെയിൻ, where is your brother? നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ ചോദിച്ച ചോദ്യം ഇന്നും ഉയരുകയാണ്, am I the keeper of my brother? ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? ഇന്ന് പല കൊലപാതകങ്ങളും നടക്കുമ്പോൾ am I the keeper of my brother? ചോദ്യം, കായന്റെ ശബ്ദം ഇന്നും ഉയരുകയാണ്. പക്ഷേ ദൈവം ചോദിക്കുന്നു, എവിടെ നിന്റെ സഹോദരൻ? ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം പാവപ്പെട്ടവന് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന് പ്രത്യേക കരുണ കാണാൻ സാധിക്കും. അതിന് കാര്യം എന്താണ്? ഇതാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായി ഈശോ ദൈവവചനങ്ങൾ, പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ ഈശോ അനുഭവിച്ചു. ആദ്യമായി മറിയത്തിന്റെ ഉള്ളിലായിരുന്നപ്പോൾ ഗർഭിണിയായ അമ്മ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ എന്തുമാത്രം ഉണ്ണിയായി ഈശോ ഉള്ളിൽ വേദനിച്ചു. തെറ്റിദ്ധരിക്കപ്പെട്ട മറിയം ഉള്ളിൽ വെച്ച് തന്നെ ഈശോ വേദനിക്കാൻ തുടങ്ങി. അമ്മയുടെ വേദന ഏറ്റുവാങ്ങിയ കർത്താവായ ഈശോ വീണ്ടും പൂർണ്ണ ഗർഭിണിയായ തന്റെ അമ്മയും അപ്പനും കൂടി ഇതാ കാനേഷ് കുമാരി കണക്ക് കൊടുക്കുവാൻ വേണ്ടി പോകുന്നു. ബെത്ലഹേമിൽ എത്തുന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചിട്ട് കിട്ടിയോ? മുട്ടിയിട്ട് തുറന്നോ? ചോദിച്ചിട്ട് ലഭിച്ചോ? ഇല്ല. തന്റെ ജീവിതത്തിൽ തന്റെ അമ്മയ്ക്കും അപ്പനും തനിക്കും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. ചോദിച്ചിട്ട് കിട്ടിയില്ല. മുട്ടിയിട്ട് തുറന്നില്ല. ആ വേദന ഏറ്റുവാങ്ങിയ കർത്താവായ ഈശോ ജനിച്ചു വീണു. ആ ജനിച്ചു വീണ ഈശോ ആ ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ഈശോ അനുഭവിച്ച വ്യതകളുണ്ട്. ഈജിപ്തിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള തിരസ്കരണം, പട്ടിണി, ഇതൊക്കെ അനുഭവിച്ചു ഈജിപ്തിലെ ജീവിതം. കൂടാതെ 30 വർഷം വരെയും തച്ചന്റെ പണിയെടുത്ത തഴമ്പുള്ള കർത്താവ് വിയർപ്പിന്റെ വേദനയുടെ വേദനം മനസ്സിലാക്കിയ വ്യക്തിയാണ്. ആ യേശു പരസ്യ ജീവിതം ആരംഭിച്ചു. എന്നിട്ട് യേശു വചനമെടുത്ത് വായിച്ചു. യേശയ്യാ പ്രവാചകന്റെ വചനം സിനഗോഗിൽ നൽകപ്പെട്ടു. വായിച്ചിട്ട് പറഞ്ഞു, ഈ വചനം നിങ്ങൾ കേൾക്കവേ ഇന്ന് ഇത് അന്വർത്ഥമായിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യം, പാവപ്പെട്ടവന് വിമോചനം നൽകുവാൻ വേണ്ടി കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, വെറുതെ അല്ല ഈശോ മക്കളെ വാ, മക്കളെ മുട്ടുവിൻ, ഞാൻ തുറന്നു തരാം. മക്കളെ ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം. മക്കളെ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുമെന്ന് ഭംഗിവാക്ക് പറഞ്ഞതല്ല. തന്റെ ജീവിതത്തിൽ തന്റെ അപ്പനും അമ്മയും മുട്ടിയിട്ട് തുറന്നില്ല, അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ചോദിച്ചിട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് ആ വേദന മനസ്സിലാക്കിയിട്ട് ഈശോ പരസ്യ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച മക്കളോട് പറയാം, മക്കളെ വാ, എന്റെ അടുക്കൽ വന്ന് മുട്ട്, എന്റെ അടുത്ത് ചോദിക്ക്, എന്റെ അടുക്കൽ വന്ന് അന്വേഷിക്കുവിൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും ഇതുപോലൊരു വചനം പറഞ്ഞിട്ടുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആധികാരികതയോടുകൂടെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആരെയെങ്കിലും കാണിച്ചു തരാമോ? ഇല്ല, ഒരിക്കലുമില്ല. യേശു മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. കാരണം യേശുവിന് പാവങ്ങളോട്, ദരിദ്രരോടുള്ള അനുകമ്പ. നമുക്ക് 5 തലങ്ങളിലേക്ക് പോകാം. യേശുവിന് മുറിവേറ്റവരോട് വലിയ സ്നേഹമാണ്. കാരണം മുറിവേറ്റവനാണ് ഈശോ. മുറിവേറ്റവർക്ക് മുറിവേറ്റവരോട് വേദന ഉണ്ടാവുകയുള്ളൂ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വയറുവേദന വന്നാലേ മക്കൾക്ക് വയറുവേദന വരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. തലവേദന വന്നാലേ, പല്ലുവേദന വന്നാലേ പല്ലുവേദനയുള്ളവന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ചെറുപ്പം തുടങ്ങി 30 വർഷം കർത്താവ് ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയവനാണ്, വേദനിച്ചവനാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് മുറിവേറ്റവരോട് പ്രത്യേക സ്നേഹമാണ്. മുറിവേറ്റ വ്യക്തികളെ ബൈബിളിൽ കാണാൻ സാധിക്കും. മുറിവേറ്റ വ്യക്തികൾ ധാരാളമുണ്ട്. മുറിവേറ്റ വ്യക്തിയാണ് സമറിയക്കാരി.
മുറിവേറ്റ വ്യക്തിയാണ് പാപിനിയായ സ്ത്രീ, മുറിവേറ്റ വ്യക്തിയാണ് സക്കേവൂസ്, മുറിവേറ്റ വ്യക്തിയാണ് കള്ളൻ. ഇവരോടൊക്കെ കർത്താവിന് പ്രത്യേക സ്നേഹമാണ്. എന്നിട്ട് കർത്താവ് ഒരു ഉപമയും പറഞ്ഞിട്ടില്ലേ ലൂക്കാ 10 നല്ല ശമറിയക്കാരന്റെ ഉപമ. മുറിവേറ്റവരോട് എങ്ങനെ അനുകമ്പയുണ്ടാവണം, മനസ്സലിവുണ്ടാവണമെന്ന് ഈശോ പഠിപ്പിച്ചു. 4 കഥാപാത്രങ്ങളെ ഈശോ എടുത്ത് പറയുക. ലെവായൻ, പുരോഹിതൻ, ശമറിയക്കാരൻ, മുറിവേറ്റവൻ. അതില് ശമറിയക്കാരന്റെ മനസ്സ് ഒരു 10 തലങ്ങൾ കാണാൻ സാധിക്കും. മുറിവേറ്റവനോടുള്ള യേശുവിന്റെ മനോഭാവത്തിന്റെ 10 തലങ്ങൾ കണ്ടു, മനസ്സലിഞ്ഞു, അടുത്തു ചെന്നു, താഴെ ഇറങ്ങി, എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി, കഴുതപ്പുറത്ത് കയറ്റി, സത്രത്തിൽ കൊണ്ടുചെന്നു, ശുശ്രൂഷിച്ചു. 1 ദിനാറയ്ക്ക് 2 ദിനാറ് കൊടുത്തു. നോക്കിക്കൊള്ളണം, ശുശ്രൂഷിച്ചു കൊള്ളണം, ഞാൻ വീണ്ടും വരാം, തരാം എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ പ്രത്യേകത ഏതാണ്? കർത്താവ് ആ ജനത്തിനെ കണ്ടിട്ട് അനുകമ്പ തോന്നണേണ്. കാരണം മുറിവേറ്റ മക്കളാ, വേദനിക്കുന്ന മക്കളാ. അപ്പൊ കർത്താവിന് മുറിവേറ്റവരോട് വലിയ സ്നേഹമുണ്ട്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുറിവേറ്റവരോട് പ്രത്യേക വാത്സല്യ സ്നേഹമുണ്ടെന്ന് ആത്മശോധന ചെയ്യും. രണ്ടാമതായി, കരയുന്നവരോട് ഈശോയ്ക്ക് പ്രത്യേകമായ വാത്സല്യമുണ്ട്. ബൈബിളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 4 തലങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈശോ കരഞ്ഞത് എവിടെയാ? യോഹന്നാൻ 11 മാർത്ത മറിയം കരഞ്ഞപ്പോൾ അവൻ കരഞ്ഞു, ഹി വെപ്റ്റ്. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ വാചകം എന്താണ്? അവൻ കരഞ്ഞു. പിന്നീട് ഈശോ എവിടെ കരഞ്ഞത്? ജെറൂസലേമിനെ നോക്കി കരഞ്ഞു. നിങ്ങള് എന്തുമാത്രം വചനങ്ങൾ ഇവിടെ വാരി വിതറി, നിങ്ങൾ മാനസാന്തരപ്പെട്ടു. ജെറൂസലേമിനെ നോക്കി കരഞ്ഞു. ഗെത്സേമനിയിൽ ഈശോ കരഞ്ഞു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ വലിയ വായിൽ കരഞ്ഞു. സങ്കീർത്തനമാണത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ അങ്ങ് കൈവെടിഞ്ഞു? അപ്പോൾ ഈശോ കരഞ്ഞു. ഈശോ കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവനാണ് കർത്താവ്. വിധവ കരഞ്ഞപ്പോൾ വിധവ ചോദിച്ചില്ല. ജായിരസിന്റെ വീട്ടിൽ കരച്ചിലുണ്ടായി. ഈശോ ആ കരയുന്നവരോടുള്ള പ്രത്യേക വാത്സല്യം മകനെ ഉയർപ്പിച്ചു കൊടുക്കുകയാണ്. ലാസറിന് ഉയർപ്പിച്ചു കൊടുക്കുകയാണ്. ജൈരിസിന്റെ മകളെ ഉയർപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഈശോയ്ക്ക് വിശക്കുന്നവരോട് ഭയങ്കരമായ സ്നേഹമാണ്. ഈശോയ്ക്ക് മാത്രമല്ല, ദൈവത്തിന് എന്റെ കരുണ. ഹാഗാറിന് മരിപ്പച്ച കൊടുക്കുന്ന തമ്പുരാൻ കർത്താവ്. ഏലിയാ പ്രവാചകൻ അപ്പം കാക്ക വഴി കൊടുക്കുന്നു, അരുവി നൽകുന്നു. വിധവ വഴി അപ്പവും വെള്ളവും നൽകുന്നു. വിണ്ണു തുറന്ന് മന്ന നൽകുന്നു, കാടപ്പക്ഷി നൽകുന്നു, നിർച്ചാൽ നൽകുന്ന ദൈവത്തെ കാണാം. അത് തന്നെ തമ്പുരാൻ കർത്താവിന്റെ പുത്രനായ ഈശോ നൽകുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക്, 7 കൊണ്ട് 4000 പേർക്ക് സമൃദ്ധി നൽകുന്ന കർത്താവ്. വീണ്ടും ഈശോയ്ക്ക് മാനസാന്തരപ്പെടുന്നവരോട് പ്രത്യേക വാത്സല്യമുണ്ട്. ബൈബിളിൽ മാനസാന്തരപ്പെടുന്നവരോട് സക്കേവൂസ്, ലൂക്കാ 19 സക്കേവൂസ് താഴെ ഇറങ്ങടാ മോനെ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? പേരിട്ടാൽ പോലെ പെരുമാറ്റം ശരിയാണോ എന്നല്ല അർത്ഥം. സക്കേവൂസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കൻ, നീതിമാൻ, ധർമ്മിഷ്ഠൻ. ഈ പേര് കളഞ്ഞു വിളിച്ച ആളാ. അതുകൊണ്ട് സമൂഹത്തിലെ കരടായി മാറി. പക്ഷെ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ. മോനെ താഴെ ഇറങ്ങും, നീ പേരെറിഞ്ഞ് പെരുമാറ്, സത്യവും നീതിയും ധർമ്മവും നീ ഒന്ന് വീണ്ടെടുക്ക. അതാണ് സക്കേവൂസ് ചെയ്തത്. 4 മടങ്ങ് തിരിച്ചു കൊടുക്കാം. അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു? ഇന്ന് നിന്റെ കുടുംബത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു, സന്തോഷം സമാധാനം ഒക്കെ കൈവന്നിരിക്കുന്നു. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ഈശോ എന്താ ചെയ്തത്? നിങ്ങൾ ഈ പാപമില്ലാത്തവരെ ആദ്യം കല്ലെറിയട്ടെ. ബൈബിള് പറയുന്നു, യോഹന്നാൻ 8 വായിക്ക, കല്ല് താഴെയിട്ട് കടന്നുപോയി. കാരണം അവർക്ക് കർത്താവിന്റെ വചനം ഇരുതല വാളുപോലെ മനസ്സിലായി. ഞങ്ങൾ ആരും മോശമല്ല. അവളോട് കർത്താവ് എന്ത് പറഞ്ഞു? അവള് പഴിച്ചുമില്ല, വിധിച്ചുമില്ല. മോനെ, നീ മേലിൽ പാവം ചെയ്യരുത്. അവളൊരു വിശുദ്ധയായ വ്യക്തിയായിട്ട് മാറിയത്. സമറിയക്കാര് വന്നപ്പോഴും തർക്കിച്ചു. കർത്താവ് അനുവദിച്ചു, നീ തർക്കിക്കടി മോളെ. തർക്കിച്ചു. ഒടുവില് പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. അവളില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കണ്ണു തുറപ്പിച്ചു. പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ ഭർത്താവല്ല. ഇത് പറഞ്ഞു കൊടുത്ത് കർത്താവ് അവളുടെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. മാനസാന്തരപ്പെടുന്നവരോട്. കള്ളൻ, ലൂക്കാ 22 ആ കള്ളൻ ഒടുവില് കർത്താവിനെ തിരിച്ചറിഞ്ഞു.
അവൻ പ്രാർത്ഥിച്ചു, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. മാനസാന്തരപ്പെട്ട കള്ളനെ നല്ല കള്ളൻ എന്നാ വിളിക്കുക. കൊട്ടൻചേഷിയും പിതാവ് പറഞ്ഞു, കള്ളൻ കട്ട് സ്വർഗരാജ്യവും കട്ടുന്ന്. അടുത്തത്, കടക്കടിയുള്ള വ്യക്തികളോട് ഈശോയ്ക്ക് ഭയങ്കര അനുകമ്പയാ. മത്തായി 18 എടുത്ത് വായിക്ക്. 10,000 താലന്ത് കടമുള്ള ആളോട് അവന്റെ സ്ഥലവും എല്ലാം ജപ്തി ചെയ്യാൻ പോകുന്നു, ഭാര്യയും മക്കളെ എല്ലാം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അവൻ കാലേ കെട്ടി വീണപ്പോൾ ഇതാ യജമാനൻ അവൻ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇളവ് ചെയ്ത് കൊടുക്കണം. ഇളവ് ചെയ്ത് കിട്ടുന്ന വ്യക്തികള് മറ്റുള്ളവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കണമെന്നും കർത്താവ് ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വച്ചത്, കർത്താവായ ഈശോയ്ക്ക് വലിയ കരുണയാണ്. കാരണം എന്റെ പ്രധാനപ്പെട്ട തിരുവചനത്തിലെ ഊന്നല് എന്തുകൊണ്ട് കർത്താവ് ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ എന്ന് പറഞ്ഞെങ്കിൽ അനുഭവിച്ചു. തന്റെ അപ്പനും അമ്മയും താനും അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, മക്കളെ, ദൈവം എന്നെ വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകുവാൻ, സമൃദ്ധി ഉണ്ടാകുവാൻ, അത് പൂർണ്ണതയിൽ ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഒരിക്കലും അലയരുത്. ലോക അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ വാ, മുട്ട്, നിങ്ങൾ ചോദിക്ക, നിങ്ങൾ അന്വേഷിക്ക, ഞാൻ തരാം, നിങ്ങളെ അനുഗ്രഹിക്കാം. അതുകൊണ്ടാണ് മത്തായി 11:28 നമ്മൾ പോണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പണ്ട് രാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലത്ത് ക്ഷീണിച്ചു പോണ ആൾക്കാർക്ക് അത്താണി ഉണ്ടായിരുന്നു. നമുക്കറിയാം, എറണാകുളം ജില്ലയില് അത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അങ്കമാലി ഏരിയയിൽ. അത്താണി എന്ന് പറയുന്നത് ഈ ചുമടെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു താങ്ങാവുകയാണ്, ഒരു ലീൻ ടു ആവുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അത്താണിയാവാം, അഭയമാവാം, ശരണമാവാം, സാന്ത്വനമാവാം, സൗഖ്യമാവാം, സമൃദ്ധിയാവാം. അത് കർത്താവ് നമുക്ക് അത്താണിയാ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല, ഒരു മതഗ്രന്ഥത്തിലും ഇതുപോലൊരു വചനമില്ല. വെറുതെ വചനം പറയല്ല, ജീവിച്ച ഈശോയാണ്. കാരണം ഈശോയ്ക്ക് അധികാരമുണ്ട്, സകല അധികാരവും ഈശോയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഈശോ എന്റെ അടുക്കൽ വരുവിൻ, മുട്ടുവിൻ, ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ എന്ന് പറയുമ്പോൾ 10 അധികാരം ഞാൻ പണ്ട് ഷാലോം ടിവിയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആശയം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. യേശുവിന് ഗുണത്തിന്റെ മേൽ അധികാരമുണ്ട്. കാനായിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റി യോഹന്നാൻ 2:1-11 എടുത്ത് വായിക്ക്. നിറവും മണവും രുചിയും ഇല്ലാത്തതിനൊക്കെ മണവും രുചിയും ഒക്കെ നൽകാൻ സാധിക്കും. അപ്പോൾ വെഞ്ചരിപ്പ് കർമ്മം ഇവിടെ വരുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തില് കുടുംബപ്രതിഷ്ഠ നടത്തണം, നമ്മൾ വീട് വെഞ്ചരിക്കണം, വർഷത്തിലൊരിക്കല് നമ്മുടെ സ്ഥലം വെഞ്ചരിക്കണം, കട വെഞ്ചരിക്കണം, നമ്മളൊരു മെഡൽ വാങ്ങിക്കുമ്പോൾ, ജപമാല വാങ്ങിക്കുമ്പോൾ, ഉത്തരീയം വാങ്ങിക്കുമ്പോൾ, ഒരു സ്റ്റാച്ചു വാങ്ങിക്കുമ്പോൾ വെഞ്ചരിക്കണം. അത് വെഞ്ചരിപ്പ് കൃപ നൽകും. രണ്ടാമതായി, ഈശോയ്ക്ക് സമയത്തിന്റെ മേൽ അധികാരമുണ്ട്. യോഹന്നാൻ 5 വായിക്ക്. കർത്താവിന്റെ പേരിലല്ലേ സമയം എഴുതിയിരിക്കുന്നത്. ഈശോ ആരാ? ആൽഫയും ഒമേഗയും. ഈശോ ആദ്യവും അന്ത്യവുമാണ്. ലോക ചരിത്രം എഴുതിയിരിക്കുന്ന ആരുടെ പേരിലാണ്? എത്രയോ മത നേതാക്കന്മാരുണ്ടായിരുന്നു, എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തേ അവരുടെ പേരിൽ ചരിത്രം എഴുതിയില്ല? കാരണം ഹിസ്റ്റോറിക്കൽ ജീസസ്. ഇന്നും എവിടെ പോയാലും കർത്താവ് ജനിച്ച് മരിച്ച് ജീവിച്ച സ്ഥലമെല്ലാം റെക്കോർഡഡ് ആണ്. മറ്റ് മതങ്ങൾ പോലും എഴുതി വച്ചിരിക്കുകയാണ്. കാരണം ഈശോ ഇല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് BC എന്നും AD എന്നും ചരിത്രത്തിൽ രണ്ടായിട്ട് കീറിയത്. ഒരു നിരീശ്വരവാദി, ദൈവം ഇല്ലെന്ന് പറയുന്നവന് പോലും ചരിത്രം പറയണമെങ്കിൽ അറിയാതെ അവന്റെ വായില് BC എന്നും AD എന്നും പറയണ്ടേ? എല്ലാ മക്കളും, ലോകത്തിലെ എല്ലാ മക്കളും ചരിത്രം പഠിക്കണമെങ്കിൽ കർത്താവിന്റെ നാമം പറയണം, BC and AD. സമയത്തിലേക്ക് കർത്താവ് കടന്നു വരും. ബൈബിളിൽ കാണുന്നുണ്ടല്ലോ, പഴകിയ രോഗങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ രക്തസ്രാവ രോഗി ലൂക്കാ 8 12 വർഷമായി ചികിത്സ നടത്തി, ക്ഷീണിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ കർത്താവിനെ കുറിച്ച് കേട്ടു, അവൾ വന്നു, കർത്താവിനെ തൊട്ടു, സുഖം പ്രാപിച്ചു. അപ്പൊ 12 വർഷത്തെ രോഗം മാറ്റിയത് ആരാ? സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ. വേറൊരു സ്ത്രീയെ കാണാം, ലൂക്കാ 13 എടുത്ത് വായിക്ക്. കൂനിയായ സ്ത്രീ, അവൾക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അവളെ നിവർത്തി കർത്താവ്. 18 വർഷമായിട്ട് പഠിച്ച പണി 18 കഴിച്ചിട്ട് പറ്റാത്ത കാര്യം ഈശോ സുഖപ്പെടുത്തി. ഈശോ ജനിക്കുന്നതിന് മുൻപ് ബെത്സയിദാ കുളം, കാരുണ്യ ഭവൻ എന്നാണ് ബെത്സയിദാ കുളത്തിന്റെ പേര്. ഹോളി ലാൻഡിൽ പോയാൽ ഇപ്പോഴും ആ കുളത്തിന്റെ അവശിഷ്ടമുണ്ട്. അവിടെ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. മുടന്തര്, കുരുടര്, അന്ധര്, തളർവാദ രോഗികൾ അവിടെ കിടന്നിരുന്നു. ഈശോ വന്ന് കാത്തുകിടന്നവൻ 38 വർഷം കാത്തുകിടക്കുകയായിരുന്നു. അവനെ സുഖപ്പെടുത്തിയില്ല ഈശോ. അപ്പോൾ സമയത്തിലേക്ക് ഈശോ കടന്നു വരുന്നു. അതുകൊണ്ടാണ്
പണ്ടൊക്കെ അപ്പനും അമ്മമാരും ഇപ്പോഴും അങ്ങനെ തന്നെ, മക്കൾക്ക് സിദ്ധാന്തം ഉണ്ടാവുന്ന രാത്രി കരയുന്നു. അപ്പോൾ അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ. വൈദികരായി ഞങ്ങൾ ശിരസിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പന്റെ അമ്മയുടെ മനസ്സ് തുടങ്ങി ഗർഭപാത്രത്തിലായിരുന്നു ആ സമയത്തിലൂടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞ് കരഞ്ഞിട്ടില്ല, കുഞ്ഞിന് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വീണ്ടും ഈശോയ്ക്ക് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട്. ശതാധിപന്റെ ഭൃത്യൻ പ്രഭുവിന്റെ മകൻ കാനാൻകാരിയുടെ മകളെ സുഖപ്പെടുത്തുന്നു. ദൂരത്തിന്റെ മേൽ അധികാരം. എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് നമുക്ക് സഭയുടെ പൈതൃകത്തിലുള്ളത്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് തന്നെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കും. ധ്യാന കേന്ദ്രത്തിലൊക്കെ ചിലപ്പോഴൊക്കെ വിളിച്ചു പറയും, ഇന്ന ആള് സുഖം പ്രാപിച്ചിരിക്കുന്നു, അത് കർത്താവ് സ്പർശിക്കുകയാണ്. വീണ്ടും പാപത്തിന്റെ മേൽ അധികാരം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം ഓർക്കുന്നില്ലേ? കർത്താവ് ആ വീട്ടിൽ വന്നു, ജനബാഹുല്യം നിമിത്തം പ്രവേശിക്കാൻ പറ്റുന്നില്ല, മേൽക്കൂര വിളിച്ച് കട്ടിൽ രോഗിയെ കൊണ്ടുവന്നപ്പോൾ ഈശോ പറഞ്ഞു, പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോവുക. സുഖം പ്രാപിച്ചു. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചുവല്ലോ, 10-72 വർഷമായിട്ട് കുമ്പസാരിക്കാറുണ്ടായിരുന്നു. നല്ല കുമ്പസാരം നടത്താത്ത ഒരു അമ്മച്ചിയെ കുമ്പസാരിപ്പിച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോൾ വ്രണം പൂർണ്ണമായിട്ട് ഉണങ്ങിയപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു, എന്തു മരുന്നാ കൊടുത്തതെന്ന്. അപ്പൊ പാപം മോചിച്ചു കഴിയുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും. ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചാൽ മാറൂല. അത് നല്ല കുമ്പസാരം നടത്തണം. ജോഷുവ 3:5 എടുത്ത് വായിക്ക്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ബാറൂക്ക് 4:27-28 ഇങ്ങനെയുള്ള അസുഖമുള്ള എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ ഇന്ന് തന്നെ എടുത്തു വായിക്കണം. ജോഷുവ 3:5, ബാറൂക്ക് 4:27-28 നിങ്ങൾ എടുത്തു വായിച്ചോ. സത്യമായിട്ടും കർത്താവ് നിങ്ങളെ കണ്ണു തുറപ്പിക്കും. ഈശോയ്ക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന മേഖലകളാണ്. വീണ്ടും ഈശോയുടെ പ്രത്യേകത സമ്പത്തിന്റെ മേൽ അധികാരം. മത്തായി 14 എടുത്ത് വായിക്ക്. 5 കൊണ്ട് 5000 പേർക്ക്, 7 കൊണ്ട് 4000 പേർക്ക് ഒന്നുമില്ലാത്ത വലയുടെ സമൃദ്ധി, മിശിഹായുടെ സമൃദ്ധി, കാനായിൽ വക്കോളം നിറച്ചു കൊടുക്കുന്ന കർത്താവിന്റെ സമൃദ്ധി നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തൊക്കെ കർത്താവാ തരുന്നത്. കർത്താവ് ചില പ്രദേശങ്ങൾ നമുക്കറിയാമല്ലോ, ഈ വല്ലാർപാടം, മുളകുകാട്, ഇവിടെയൊക്കെ ഒരാൾക്കും സ്ഥലം വേണ്ടിയില്ലായിരുന്നു. ടെർമിനൽ വന്നു, തലരാത്രി കിടന്നുറങ്ങണേ, എങ്ങനെ കെട്ടിച്ചു വിടും? 50 രൂപ ഉണ്ടായത് 5 ലക്ഷമായി. ഒരു രാത്രി കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ തമ്പുരാന്റെ കളിയാ. തമ്പുരാനാണ് സമ്പത്തൊക്കെ നമുക്ക് നൽകുന്നത്. വീണ്ടും ജീവന്റെ മേൽ അധികാരം. അഴുകിയ ലാസറിനെ ഉയർപ്പിച്ചു, ജൈരിസിന്റെ മകളെ ഉയർപ്പിച്ചു. ജീവൻ തരും, ആയുസ് നീട്ടി തരുന്ന കർത്താവിന്റെ അധികാരം. കർത്താവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കിയ കർത്താവിന്റെ അധികാരത്താലാണ് കർത്താവ് വാ മക്കളെ എന്ന് പറയുന്നത്. വീണ്ടും പിശാചുക്കളുടെ മേൽ അധികാരം. കർത്താവ് പിശാചുക്കളെ ഉച്ചാടനം ചെയ്ത് വിടുതൽ കൊടുക്കുന്ന അധികാരമുണ്ട്. വെറുതെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. വീണ്ടും ദൗർഭാഗ്യം, അന്ധരായവര്, മുടന്തരായവര്, ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അവസാനമായി ശാരീരിക മാനസിക രോഗങ്ങളുടെ അധികാരം. നമ്മുടെ വചനം, തിരുവചനത്തിന്റെ ചിന്ത ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്തുകൊണ്ട് ഈശോ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞത് ഭംഗി വാക്ക് പറഞ്ഞതല്ല. അമ്മയുടെ ഉള്ളിൽ ഉരുവായ നിമിഷം തുടങ്ങി 30 വർഷം ഈശോ അനുഭവിച്ചിട്ടാണ് തന്റെ ശ്രോതാക്കളോട് പറഞ്ഞ, മക്കളെ ഇനി നിങ്ങൾ പ്രയാസപ്പെടല്ലേ, എന്റെ അടുക്കൽ വാന്ന് പറഞ്ഞത്. പിതാവായ ദൈവം 10 അധികാരം കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഈ അധികാരം മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ തമ്പുരാന്റെ അടുക്കൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഈ നിമിഷത്തിൽ വചനം, തിരുവചനം ശ്രവിച്ച എല്ലാ മക്കളെയും ഗുണത്തിന്റെ മേൽ, സമയത്തിന്റെ മേൽ, ദൂരത്തിന്റെ മേൽ, അക്കത്തിന്റെ മേൽ, ജീവന്റെ മേൽ, പാപത്തിന്റെ മേൽ, പ്രകൃതിയുടെ മേൽ ഈശോയെ ആശീർവദിക്കണമേ. ആമേൻ.